ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രകാരം കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കാനായി കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിലായിരിക്കുകയും ഈ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ എഫേസ് ലേഖനം 2-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ ചിന്തിച്ചത് രക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. അതായത് നമ്മുടെ രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമായിരുന്നു നമ്മളതിനാധാരമായിട്ട് എടുത്തത്. അവിടെ നമ്മൾ വായിച്ചത്, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല. കാരണം ദൈവം അങ്ങനെ സെറ്റ് ചെയ്തത്, അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ദൈവം അത് നിയമിച്ചത് ദൈവസന്നിധിയിൽ ആർക്കും പ്രശംസിക്കുവാൻ വകയില്ലാതിരിക്കേണ്ടതിനാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനകത്തേക്കൊരു ചിന്ത വരും, അപ്പം നമ്മുടെ പ്രവൃത്തികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നൊക്കെ നമ്മുടെ മനസ്സിനകത്തേക്ക് വരും. അതിനുള്ള മറുപടിയാണ് അടുത്ത വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 9-ാം വാക്യത്തിൽ രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണം, അങ്ങനെ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി അങ്ങനെ ആകാനായിട്ട് എന്താണ് കാരണം എന്ന് താനവിടെ വിശദീകരിക്കുകയാണ്. അതാണ് 10-ാം വാക്യത്തിൽ പറഞ്ഞത്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ അവിടെ താൻ പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണ് എന്ന് നമ്മളവിടെ വായിക്കുന്നു. എന്താ ദൈവത്തിൻ്റെ കൈപ്പണി എന്ന് പറഞ്ഞാൽ? ഹാൻഡ് മെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹിസ് വർക്ക്മാൻഷിപ്പ്. ദൈവം തൻ്റെ കൈകൊണ്ട് നമ്മെ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ദൈവം തൻ്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കി. കൈകൾ കൊണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന് കൈയുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, അങ്ങനെയൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ദൈവം പേഴ്സണലി നമ്മളെ സൃഷ്ടിക്കുകയായിരുന്നു, ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. മറ്റെല്ലാത്തിനെയും ഉണ്ടാകട്ടെ, സൃഷ്ടിക്കപ്പെടട്ടെ എന്നുള്ള വാക്കുകൊണ്ട് ദൈവം ഉളവാക്കിയപ്പോൾ മനുഷ്യനെ അവൻ ഉണ്ടാക്കേണ്ടതിന് എന്തോ അവൻ ചില വർക്ക് ചെയ്തു, അവൻ പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഉണ്ടാക്കിയത്. അപ്പം നമ്മളെ ദൈവം ഉണ്ടാക്കിയത് ദൈവം പ്രവർത്തിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. മറ്റുള്ളവയൊക്കെ ദൈവം ഉണ്ടാകട്ടെ എന്നുള്ള വാക്കുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മെ ഉണ്ടാക്കിയത് ദൈവം പ്രവർത്തിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. വി ആർ ദ വർക്ക്മാൻഷിപ്പ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൈപ്പണിയാണ് നമ്മൾ എന്ന് നമ്മളവിടെ വായിക്കുന്നു. നോക്കൂ പ്രിയമുള്ളവരെ, നാം ഒരിക്കലും യാദൃശ്ചികമായിട്ട് ഈ ലോകത്തിൽ വന്നതല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് യാദൃശ്ചികമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, വർക്ക്മാൻഷിപ്പാണ് എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. 1-2 വാക്യങ്ങൾ നമുക്ക് അതോടുള്ള ബന്ധത്തിൽ ഒന്ന് നോക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ
6-ാം വാക്യത്തിൽ, ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്താണ്? ഭോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിൻ്റെ പിതാവ്, നിൻ്റെ ഉടയവൻ, അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, മോശ യഹോവ വീണ്ടെടുത്ത് മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവരുന്ന ആ ജനത്തോട് പറയുകയാണ്, ഭോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്. അപ്പം എന്താ അവിടെ പ്രശ്നം? അവരെ വിളിക്കുകയാണ് ഭോഷത്വമുള്ള, എന്ന് വെച്ചാൽ അറിവില്ലാത്ത, വിഡ്ഢികളായിട്ടുള്ള, ബുദ്ധിയില്ലാത്ത ജനമേ, അജ്ഞാനമുള്ള ജനമേ, ഇങ്ങനെയാണോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? എന്തിനു പകരം? അവിടെ പറയുന്നു, അവനല്ലോ നിങ്ങളുടെ പിതാവ്, നിന്റെ ഉടയവൻ, അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തത്. അപ്പം അവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങൾ. 1, അവനാണ് നിന്റെ പിതാവ്. 2, അവനാണ് നിന്റെ ഉടയവൻ. 3, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്. 4, അവനാണ് നിന്നെ രക്ഷിച്ചത്. ഈ 4 കാര്യങ്ങൾ. അപ്പം നാം ദൈവത്തിൻ്റെ വർക്ക്മാൻഷിപ്പ്, നാം ദൈവത്തിൻ്റെ കൈപ്പണി, കൈവേല എന്ന് പറയുമ്പോൾ, അവനാണ് നമ്മുടെ പിതാവ്, അവനാണ് നമ്മുടെ ഉടയവൻ, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് നമ്മെ രക്ഷിച്ചത്. അപ്പം നാം ദൈവത്തിൻ്റെ കൈപ്പണി, അല്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ കൈവേല, വി ആർ ദ വർക്ക്മാൻഷിപ്പ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ദൈവമാണ് നമ്മെ ഉണ്ടാക്കിയത്, ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി 100-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, 100-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, എന്നിട്ട് പറയുക, അവൻ നമ്മെ ഉണ്ടാക്കി, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവനുള്ളവരാകുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഉടയവൻ ആരാണ്? അവനാണ്. നമ്മുടെ ഉടമസ്ഥൻ അവനാണ്. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ച അതേ കാര്യം തന്നെ. അവിടെ പറഞ്ഞു, അവനല്ലോ നിൻ്റെ ഉടയവൻ. ഇവിടെ പറഞ്ഞു, നാം അവനുള്ളവർ ആകുന്നു. എന്നിട്ട് പറയാം, അവൻ്റെ ജനം, അവൻ്റെ ജനം. അപ്പം ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, അവനാണ് നിൻ്റെ പിതാവ്, അവനാണ് നിൻ്റെ രക്ഷകൻ, അവനാണ് നിൻ്റെ ഉടയവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുക, നാം അവനുള്ളവർ, അവൻ്റെ ജനം, അവൻ്റെ ജനം. എന്നിട്ട് പറയുക, അവൻ മേയ്ക്കുന്ന ആടുകൾ. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, അവൻ നിൻ്റെ ഉടയവൻ. ഇവിടെ പറയുക, അവൻ മേയ്ക്കുന്ന ആടുകളാണ് നമ്മൾ, അവൻ മേയ്ക്കുന്ന ആടുകൾ. അപ്പം ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്, ദൈവമാണ് നമ്മുടെ ഉടമസ്ഥൻ, ദൈവമാണ് നമ്മുടെ ഉടയവൻ എന്ന ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇനി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുക, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം. അപ്പം മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ കൈവേലയായിരിക്കെ, കൈപ്പണിയായിരിക്കെ, സഭയെ സംബന്ധിച്ച് പ്രത്യേകം പറയുകയാണ്, യു ആർ ദ ഫാം ഓഫ് ഗാഡ്. നാം ദൈവത്തിൻ്റെ കൃഷിയാണ്, നാം ദൈവത്തിൻ്റെ കൃഷിയാണ്, ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം. അപ്പോൾ നോക്കിക്കേ, ദൈവമാണ് നമ്മെ നിർമ്മിച്ചത്, ദൈവമാണ് നമ്മെ നിർമ്മിച്ചത് എന്ന് ബൈബിള് വളരെ വ്യക്തമായിട്ട് പറയുന്നു, വളരെ വ്യക്തമായിട്ട് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ
ബൈ ആക്സിഡൻറ്റ്, യാദൃശ്ചികമായിട്ട് ഈ ലോകത്തിൽ വന്നു കയറിയതല്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ്, മറക്കരുത്. അപ്പം നമുക്കൊരു സൃഷ്ടാവുണ്ട്, നമുക്കൊരു ഉടമസ്ഥനുണ്ട്. നമ്മൾ ആരുമില്ലാതെ അനാഥനെ പോലെ അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് ഈ ലോകത്തിലേക്ക് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നതല്ല. നമ്മുടെ തീരുമാനപ്രകാരമല്ല നമ്മൾ വന്നത്. നമ്മളെവിടെ ജനിക്കണം, ഏത് കുടുംബത്തിൽ ജനിക്കണം, ആരായിട്ട് ജനിക്കണം എന്നൊക്കെ നമ്മളല്ല തീരുമാനിച്ചത്. പിന്നാരാ? ദൈവമാണ് തീരുമാനിച്ചത്. ബിക്കോസ് വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്. നമ്മൾ അവൻ്റെ കൈപ്പണിയാണ്. അവനാണ് നമ്മളെ ഉണ്ടാക്കിയത്, അവനാണ് നമ്മുടെ ഉടയവൻ. അതാണ് നമ്മളിവിടെയൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഈ 3 വാക്യങ്ങളിലും നമ്മൾ വായിച്ച ഈ 3 വാക്യങ്ങൾ, ഇതല്ലാതെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഞാനത് വിടുകയാണ്. ആവർത്തന പുസ്തകം 32:6, സങ്കീർത്തനം 100:3, 1 ലേഖനം 3:9, ഇവിടെയൊക്കെ നമ്മൾ വായിച്ചത് നമ്മെ ദൈവമാണ് സൃഷ്ടിച്ചത് എന്നാണ് നമ്മളിവിടെയൊക്കെ വായിച്ചത്. ഇതേ കാര്യം തന്നെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് നാം അവൻ്റെ കൈപ്പണിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ നാം യാദൃശ്ചികമായിട്ട് ഈ ലോകത്തിലേക്ക് വന്നതല്ല. നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പർപ്പസുണ്ട്. നമ്മുടെ ജീവിതം ആക്സിഡൻ്റ് അല്ല, ഇറ്റ്സ് എ പർപ്പസ് ഡ്രിവൺ ലൈഫ്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ദൈവം വെറുതെ എന്നാൽ പിന്നെ കുറേ പേര് സൃഷ്ടിച്ചേക്കാം എന്ന് പറഞ്ഞ് അങ്ങ് സൃഷ്ടിച്ചതല്ല. ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച്, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. എന്ത് പദ്ധതിക്ക് വേണ്ടിയിട്ട്? എഫേസ്യ ലേഖനം 2:10 നമ്മൾ വായിക്കുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. വി ആർ ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ടു ഗുഡ് വർക്ക്സ്. സൽപ്രവൃത്തികൾക്കായിട്ടാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ വിഷയം മറക്കരുത്. രക്ഷയ്ക്ക് പ്രവർത്തികൾ കാരണമല്ല എന്ന് ഉള്ളൊരു സ്റ്റാൻഡ് ദൈവം എടുക്കാനുള്ള കാരണമാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു വന്നതാണ്, വി ആർ ദ വർക്ക്മാൻഷിപ്പ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്തിന്? ആൻഡ് ടു ഗുഡ് വർക്ക്സ്, സൽപ്രവൃത്തികൾക്കായിട്ടാണ് സൃഷ്ടിച്ചത്. എന്ന് വച്ചാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ പറഞ്ഞത് രക്ഷയ്ക്ക് പ്രവൃത്തി കാരണമല്ല. എന്തുകൊണ്ട്? നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിച്ചു. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നാം ചെയ്തു പോകേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ഈ മുന്നൊരുക്കുക എന്നുള്ള ഈ പദം എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലേ? അതൊക്കെ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് ആണ് അവിടെയൊക്കെ പറയുന്നത്. എന്തെങ്കിലും ആകട്ടെ, മുന്നൊരുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മുൻപേ അത് ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ പറഞ്ഞത്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് സൽപ്രവൃത്തികൾക്കായിട്ടാണ്. നമ്മൾ ചെയ്യേണ്ടതിനായിട്ട് നമ്മെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം അതെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വച്ചിട്ടും ഉണ്ട് എന്നാണ് നമ്മളോട് വായിക്കുന്നത്. അപ്പോൾ അതാണ് എഫേസ്യ ലേഖനം 2:10 നമ്മൾ വായിക്കുന്നത്. എന്ത്? നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ കണക്റ്റ് ആകുന്നത്? ഏത്? രക്ഷയ്ക്ക് പ്രവൃത്തി കാരണമല്ല എന്ന് 9-ാം വാക്യത്തിൽ പറഞ്ഞതും
10-ാം വാക്യത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് സൽപ്രവൃത്തികൾക്കായിട്ടാണെന്നും അത് നമ്മൾ ചെയ്യേണ്ടതിനായിട്ട് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു എന്നും പറഞ്ഞ ഈ 2 പ്രസ്താവനകൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ കണക്റ്റ് ആകുന്നത്? അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ദൈവം ആണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് സൽപ്രവൃത്തികൾക്കായിട്ടാണ്. നാം ചെയ്യേണ്ട ആ സൽപ്രവൃത്തികൾ ദൈവം മുന്നേ എന്ത് ചെയ്തിരിക്കുന്നു? മുന്നൊരുക്കിയിരിക്കുന്നു. മുന്നേ ഒരുക്കി വച്ചിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്ത് വച്ചിരിക്കുകയാണ്. പക്ഷേ ഈ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തെ നമ്മൾ വായിച്ചു, അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചു. അപ്പം അവിടെ അതിക്രമം എന്താണ്, പാപം എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കെതിരായിട്ട് ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ലക്ഷ്യം, ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ലിമിറ്റ് ക്രോസ് ചെയ്യുകയും ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ആ മാർക്ക് മിസ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പം ദൈവം നമുക്ക് വേണ്ടി ചെയ്യേണ്ടതിന് മുന്നൊരുക്കി വച്ചിരുന്ന ആ സൽപ്രവൃത്തികൾ, നമ്മളെ ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്യേണ്ട സൽപ്രവൃത്തികൾ ദൈവം നമ്മളെ സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ആ സൽപ്രവൃത്തികൾ ദൈവം മുന്നേ ഒരുക്കി വച്ചു. പക്ഷേ നമ്മളത് ചെയ്തില്ല. നമ്മളത് ചെയ്യാതെ നമ്മൾ ആ മാർക്ക് മിസ് ചെയ്തു. അതാണല്ലോ പാപം. ദൈവം വച്ച ലിമിറ്റ് നമ്മൾ ക്രോസ് ചെയ്തു. അതാണല്ലോ അതിക്രമം. അങ്ങനെ നമ്മൾ മരിച്ചു. എന്നിട്ട് നമ്മൾ ആ 2-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു, നമ്മൾ അനുസരണക്കേടിൻ്റെ മക്കളായിരുന്നു, സാത്താനെ അനുസരിച്ച് ഈ ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഒക്കെ നമ്മൾ ജീവിച്ചു എന്നുള്ളതൊക്കെ വിശദമായിട്ട് നമ്മളവിടെ ചർച്ച ചെയ്തു. അതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ പ്രശ്നം. അവിടെ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്തത്. ആ രക്ഷയാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ദൈവം നമ്മെ സൃഷ്ടിച്ചു. ദൈവം നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ, സൽപ്രവൃത്തികൾക്കായിട്ട്. ദൈവം നാം ചെയ്യേണ്ടതിനായിട്ട് എന്ത് സൽപ്രവൃത്തികൾ മുന്നമേ പ്രിപ്പയർ ചെയ്ത് ഒരുക്കി വെച്ചോ ആ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നാം പരാജയപ്പെട്ടു. അങ്ങനെയാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, നാം മരിച്ചത്. അപ്പം അവിടുന്ന് തിരിച്ച് രക്ഷിക്കാനായിട്ട് നമ്മുടെ സൽപ്രവൃത്തികൾ കാരണമാവുകയില്ല എന്നാണ് പറഞ്ഞത്. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ടാണ്. ദൈവം അത് മുന്നേ ഒരുക്കി വയ്ക്കുകയും ചെയ്തു, പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഇനി അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഇനി ഇത് ചെയ്യുന്നത് കാരണമല്ല എന്നാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? ഞാനത് മനസ്സിലാക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. എന്താണ്? ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയെന്ന് വെച്ചോ, വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ സപ്പോസ് ഒരു 10,000 രൂപ വാടകയാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ തമ്മിൽ എഗ്രിമെൻ്റാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ ഞാൻ വാടക തരണം എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടാണ് ഞാനിവിടെ താമസം തുടങ്ങുന്നത്. ഞാൻ താമസം തുടങ്ങിയിട്ട് കുറേ മാസങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വാടക തരുന്നില്ല. അപ്പം ഞാൻ ചെയ്യേണ്ടത് എന്താണ്? വാടക തരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എൻ്റെ ഉത്തരവാദിത്വമാണ് വാടക തരിക എന്നുള്ളത്, ഞാനത് ചെയ്യുന്നില്ല. ഇതുപോലെ ഇവിടെയും വരുന്നത്, ദൈവം നമ്മെ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കുകയും അത് ചെയ്യുക എന്നുള്ളത്, ആ കാര്യങ്ങൾ മുന്നൊരുക്കി വച്ചിരിക്കുകയും ചെയ്യുമ്പോൾ അത് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. പക്ഷേ ഞാൻ ആ കടമ എന്ത് ചെയ്തില്ല. അവിടെയാണ് പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ വന്നു. അപ്പം നിങ്ങൾ എന്നോട് വാടക ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുക, സുഹൃത്തെ, ഞാൻ കഴിഞ്ഞൊരു 10 മാസം നിങ്ങൾക്ക് വാടക തന്നിട്ടില്ല. ശരി, ഞാൻ സമ്മതിച്ചു. ഇനി അങ്ങോട്ടേക്കുള്ള വാടക ഞാൻ കൃത്യമായിട്ട് തരാം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ 10 മാസം കൊടുക്കാതിരുന്ന വാടകയ്ക്കുള്ള പരിഹാരമാകുമോ?
ഇല്ല, ആവില്ല. അതെന്താ കാര്യം? നിങ്ങൾ പറയും സാറേ നിങ്ങളത് തരിക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഇനി അടുത്ത മാസം നിങ്ങൾ തരുമ്പോൾ അത് അടുത്ത മാസത്തെ വാടകയാണ്, അതിൻ്റെ അടുത്ത മാസം തരുമ്പോൾ അതിൻ്റെ അടുത്ത മാസത്തെ വാടകയാണ്. അതെങ്ങനെ നിങ്ങൾ ചെയ്യാതിരുന്ന കടമയ്ക്ക് പരിഹാരമാകും? അല്ലേ? ഞാൻ പറയുക, കഴിഞ്ഞ 10 മാസമായിട്ട് ഞാൻ വാടക തന്നിട്ടില്ല, ഇനി അങ്ങോട്ട് ഞാൻ കൃത്യമായിട്ട് വാടക തരാം എന്ന് പറഞ്ഞാൽ അത് ഇനി അങ്ങോട്ടുള്ള കാര്യം ക്ലിയർ ആക്കും എന്നല്ലാതെ കഴിഞ്ഞ 10 മാസത്തെ കണക്ക് അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ക്ലിയർ ആകില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് തന്നെയാണ് ഇവിടുത്തെയും വിഷയം. ദൈവം നമ്മെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിച്ചു. നാം അത് ചെയ്യാനായിട്ട് ദൈവം മുന്നൊരുക്കി വച്ചു. ഇതൊക്കെ ദൈവം ചെയ്തു. അപ്പം നമ്മുടെ കടമയാണ് നാം എന്ത് ചെയ്യുക എന്നുള്ളത്, സൽപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ആ കടമ നമ്മൾ ലംഘിച്ചു. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തത്, അകന്നു പോയത്. എന്നിട്ട് ഞാൻ തിരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ദൈവമേ, കഴിഞ്ഞ 20 വർഷം അല്ലെങ്കിൽ 15 വർഷം അല്ലെങ്കിൽ 30 വർഷം ഞാൻ ചെയ്യാതിരുന്ന കടമകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ കടമകൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരുന്ന കടമയ്ക്കൊരിക്കലും പകരം ആകുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അതാണ് അപ്പോസ്തലൻ ഇവിടെ സ്ഥാപിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അത് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. നാളെ നിങ്ങൾ എന്തെങ്കിലും കാര്യം സൽപ്രവൃത്തി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ചിന്തിക്കും അത് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ടാണെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അത് നിങ്ങളുടെ കടമ മാത്രമേ ആകുന്നുള്ളൂ, കഴിഞ്ഞതിൻ്റെ പരിഹാരമാകുന്നില്ല. കാരണം അത് ഓൾറെഡി ദൈവം അതിനുവേണ്ടി നിങ്ങളെ സൃഷ്ടിക്കുകയും അത് ദൈവം ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കി വച്ചിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് നിങ്ങളുടെ കടമയാണ്. അത് കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ചെയ്യാതിരുന്ന കടമയ്ക്കൊരിക്കലും പരിഹാരമോ പ്രായശ്ചിത്തമോ ആകുന്നില്ല. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പ്രവൃത്തികളാൽ രക്ഷ പ്രാപിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് രക്ഷ ആവശ്യമായിട്ട് വന്നു? കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിക്കാത്തത് കൊണ്ട്. ഇനി മുൻപോട്ടുള്ള കടമകൾ നിങ്ങൾ നിർവഹിക്കുന്നത് ഒരിക്കലും കഴിഞ്ഞ കാലത്തിൽ കടമയിൽ നിങ്ങൾ വരുത്തിയ വീഴ്ചയ്ക്ക് പരിഹാരമാകില്ല. കാരണം മുൻപോട്ടിന് നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ കടമ തന്നെ ആണ്. അതൊരിക്കലും കഴിഞ്ഞ കാലത്തിലെ കടമ നിർവഹിക്കാതിരുന്നതിന് പരിഹാരമാകുന്നില്ല. അത് പരിഹാരമാകണമെങ്കിൽ ആരെങ്കിലും അതിൻ്റെ വില കൊടുക്കണം. ആര് കൊടുക്കും? യേശു മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. യേശു അത് കൊടുത്തു. കാൽവരിയിലെ കുരിശിൽ അവൻ തൻ്റെ രക്തം നമുക്ക് വേണ്ടി മറുവിലയായിട്ട് കൊടുത്തു. നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചു. അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പ് നമുക്കുണ്ട്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ചു. യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോകൾ, നിങ്ങൾക്ക് കാണാം. പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പം ആ കടമ നാം നിർവഹിക്കാതിരുന്നതിൻ്റെ കോമ്പൻസേഷൻ, അതിൻ്റെ വീണ്ടെടുപ്പ് വില ആരാ കൊടുത്തത്? യേശുവാ കൊടുത്തത്. നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല. കാരണം നിങ്ങളിനി എന്തെങ്കിലും സൽപ്രവൃത്തികൾ ചെയ്താൽ അതും നിങ്ങളുടെ കടമയാണ്, നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതൊരിക്കലും പഴയ കടമകൾ ലംഘിച്ചതിനുള്ള പരിഹാരമായിട്ട് മാറുന്നില്ല. ഇതാണ് വിഷയം. പലപ്പോഴും നമ്മൾ ചെയ്തു പോയ പാപത്തിൻ്റെ പരിഹാരമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. ഞാൻ തെറ്റ് ചെയ്തു, അതിന് പരിഹാരമായിട്ട് ഞാൻ കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ വരുന്ന പ്രശ്നം ഇതാണ്. അതിന് നിങ്ങളുടെ ഭൂതകാലത്തിലെ കടമാലംഘനത്തിന് പ്രായശ്ചിത്തമാകാൻ കഴിയില്ല. കാരണം അതും നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. അതിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്തിട്ട് ആർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രശംസിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. അത് നിങ്ങളുടെ കടമയാണ്, അല്ലേ? ഇനി 9-10 വാക്യങ്ങൾ, 8-9-10 വാക്യങ്ങൾ ഒന്നുകൂടെ ഒരുമിച്ച് ഞാൻ വായിക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യും. കൃപയാലല്ലോ
വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല. നിങ്ങൾക്കതിന് കാരണമാകാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? ഭൂതകാലത്തിലെ കടമാലംഘനത്തിന് നിങ്ങൾക്കൊരിക്കലും പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയില്ല. അത് ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല. നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട്, സൽപ്രവൃത്തികൾ ചെയ്തിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് പ്രശംസിക്കാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ട്? ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. അത് നിങ്ങളുടെ കടമയാണ്. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പാപമൊക്കെ ചെയ്തു, ഞാൻ ശരിയാ, പക്ഷെ അതിന് പകരമായിട്ട് ഞാനിതാ കുറേ സൽക്കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു. നോ, ദൈവം പറയും നോ. കാരണം എന്താ? ഇത് നീ ചെയ്യണമെന്നുള്ളത് നിൻ്റെ കടമയാണ്. അതൊരിക്കലും ഭൂതകാലത്തിലെ കടമാലംഘനത്തിന് പരിഹാരമാകുന്നില്ല. അത് ചെയ്യാൻ കെൽപ്പുള്ളവൻ യേശു മാത്രമാണ്. യേശു പറഞ്ഞ ഒരു ഉപമ കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത്? അപ്പം അതിന് കർത്താവ് പറഞ്ഞത്, ഇപ്പം അതിനെന്ന് പറയുമ്പം 5-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളം അര കെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകുടിച്ചുകൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവേ. ഇവിടെ അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദിക്കുക, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം, അല്ലേ? ഇവർ ഉദ്ദേശിച്ചത് ഈ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ സംഭവമാണെന്നാണ് ഇവർ വിചാരിച്ചത്. കുറേ അത്ഭുത പ്രവൃത്തികളും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും, ദാറ്റ് ഈസ് എന്തോ സംഭവമാണെന്ന് വിചാരിച്ചത്. വലിയ ആത്മീയൻ്റെ ലക്ഷണമൊക്കെ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രസ്താവന കർത്താവ് ഇവിടെ നടത്തിയിരിക്കുന്നത് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ന് ഞാൻ ഈ വാക്യം പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗങ്ങൾക്കകത്ത് ഞാൻ ഈ വാക്യം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുള്ളത് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുത്തിയ. പക്ഷെ കർത്താവ് ഇത് പറഞ്ഞത് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല. നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഉദ്ദേശിക്കാത്ത അർത്ഥം ഈ വാക്യത്തിന് കൊടുത്തിട്ട് പിന്നെ ബബ്ബബ്ബ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം കർത്താവ് ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ചല്ല ഈ വാക്യം പറയുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. കർത്താവ് ഇവിടെ പറയുന്നത് അവനവൻ്റെ ഉത്തരവാദിത്വം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അത്ര വലിയ കാര്യം വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് കർത്താവ് പറയുക, അത് വലിയ കാര്യമൊന്നുമല്ലെന്നാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. നമ്മളത് വലിയ കാര്യമായിട്ട് എടുത്തു വെച്ച് പ്രസംഗിക്കുക. കർത്താവ് പറഞ്ഞു വരുന്നത് അത് വലിയ കാര്യമല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. താഴേക്ക് വെച്ച് നിങ്ങൾ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു പണിക്കാരുണ്ട്, ഉഴുന്ന അല്ലെങ്കിൽ മേയ്ക്കുന്ന ഒരു പണിക്കാരുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പം നമ്മൾ പറയുക, എന്നാൽ പിന്നെ നീ ഒന്ന് ഊണിരിക്കുക, ഞാൻ വിളമ്പിത്തരാം എന്നൊരിക്കലും എന്ത് ചെയ്യില്ല, പറയില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ന് വയലും ഉഴലും ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പം അവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ സിസ്റ്റത്തിൽ അവിടെ പറയുന്നത്, നീ എനിക്ക് അത്താഴം ഒരുക്കുക, എന്നിട്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാം, കഴിക്കാം എന്നാണ് പറയുക. കാരണം എന്താ, ഇവൻ വേലക്കാരനാണ്. ഇവൻ
പണിക്ക് വരുമ്പോൾ ഇവനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നീ വയലിൽ പണിയെടുക്കണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ളത് ഇവൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ വയലിൽ പണിയെടുത്തു എന്നുള്ളത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിന്ന് അവനെ ഒഴിവാക്കുമോ? ഇല്ല. അല്ല, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അടിച്ചു വാരി തുടയ്ക്കാനും തുണി അലക്കാനുമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെന്ന് വെച്ചോ. അപ്പം അയാൾ അടിച്ചു വാരി തുടച്ചെന്ന് നിങ്ങൾ കണ്ടു. അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞപ്പോൾ പറയുക, എന്നാൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടില്ല, നീ അലക്കണ്ട എന്ന് പറയോ? ഇല്ല, അലക്കണം. കാരണം അതാ അവൻ്റെ ഡ്യൂട്ടിയാണ്. അല്ല, നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പം ഇപ്പോൾ നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുക. അപ്പോൾ ആ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളെ ആ സ്ഥാപനം ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൽ പകുതി ഉത്തരവാദിത്വം ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ ബോസ് വന്നിട്ട് നിങ്ങളടുത്ത്, നീ എത്രയും ചെയ്തല്ലോ, ഇനി ബാക്കി നീ ചെയ്യണ്ട എന്ന് പറയുമോ? പറയില്ല. അത് മുഴുവൻ ചെയ്യണം. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരവാദിത്വമാണ്. ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. നിന്നിവിടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അത് ചെയ്യാനായിട്ടാണ്. എന്നിട്ട് പറയുക, 9-10 വാക്യത്തിൽ പറയുക, തന്നോട് കൽപ്പിച്ച ദാസൻ ചെയ്തുകൊണ്ട് അവന് നന്ദി പറയുമോ? ഇല്ല, പറയില്ല, ഒരിക്കലും പറയില്ല. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറയും. നിങ്ങൾക്ക് പ്രശംസിക്കാനായിട്ട് കഴിയില്ല. അപ്പം നിങ്ങൾ പറഞ്ഞിട്ട് ഒരു കാട്ടത്തി വേരോട് പറഞ്ഞ് കടലിൽ പോയി ചാടിയാലും, അല്ലെങ്കിൽ ഈ മലയോട് മാറാൻ പറയുമ്പോൾ അത് ആ മല പറഞ്ഞ് കടലിലേക്ക് ചാടിപ്പോയാലും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. അത്ര വലിയ പ്രവൃത്തി ചെയ്താലും നിങ്ങൾക്ക് പ്രശംസിക്കാനൊന്നുമില്ല. കാരണം നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം അതിനായിട്ട് സൃഷ്ടിച്ചത് കൊണ്ടാണ്, ദൈവം അത് മുന്നൊരുക്കിയത് കൊണ്ടാണ്. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ കടമയാണത്. യു കനോട്ട് ബോസ്റ്റ്. നിങ്ങൾക്കതിനകത്ത് പ്രശംസിക്കാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, എഫേസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണം അല്ല. പിന്നെന്താ കാരണം? കൃപയാൽ വിശ്വാസം മാത്രം. പ്രവൃത്തികളാൽ നിങ്ങൾക്ക് നീതീകരിക്കപ്പെടാൻ, രക്ഷിക്കപ്പെടാനായിട്ട് കഴിയില്ല. കാരണം അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളെ അതിനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് തോന്നിയ പോലെ ജീവിക്കാമെന്ന്? നോ. കാരണം നിങ്ങളെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. നമ്മൾ താഴേക്ക് വരുമ്പോൾ അത് പറയും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റമുണ്ട്. അത് നമ്മൾ പറയും. 4-ാം അധ്യായം തൊട്ട് നമ്മളതാ പറയാൻ പോകുന്നത്. അപ്പോൾ പക്ഷേ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തിയല്ല. എന്തുകൊണ്ട്? അത് നീ ചെയ്യേണ്ട കടമയാണ്. അത് നിൻ്റെ ഭൂതകാലത്തിലെ കടമാലംഘനത്തിന് പകരമാകുന്നില്ല. എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, രക്ഷ കൃപയാലാണ്, വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കുക? ആരിൽ വിശ്വസിക്കുക? യേശുവിൽ വിശ്വസിക്കുക. നമ്മുടെ കടമകൾ നാം ചെയ്യാതിരുന്നപ്പോൾ അതാണ് പാപം, അതാണ് അതിക്രമം. അതിന് പകരമായി നാം അനുഭവിക്കേണ്ട ശിക്ഷ യേശു അനുഭവിച്ചു. യേശു എനിക്ക് വേണ്ടി മരിച്ചു. അവൻ എന്നെ രക്ഷിക്കാൻ ശക്തനാണ്. ഞാൻ ആ സത്യം അംഗീകരിക്കുകയും ആ യേശുവിൽ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ രക്ഷയ്ക്ക് നിദാനമായിട്ടുള്ളൂ. മറ്റൊരു വഴിയിലൂടെയും രക്ഷിക്കപ്പെടാനായിട്ട് കഴിയുകയില്ല. എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുവാൻ, ആ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.